എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ. അങ്ങനെ മുളക് പൊടിയോ മറ്റു സാധനങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി ഒരു അച്ചാർ കേട്ടോ. ഒന്നും വേണ്ട, അത് വാരി വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടി തണ്ട് ഞാൻ രാത്രി തന്നെ കുറച്ച് ചുമന്നുള്ളി ഉപ്പിട്ട് വിനീഗർ ഒഴിച്ച് വെച്ചിരുന്നതാണ്. ഇത് കണക്ക് തന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ രാത്രി തന്നെ ആക്കി വെക്കണം, എന്നാലേ ഇത് ഉപ്പ് പിടിച്ച് നല്ല പുളിയോടുകൂടി ഇരിക്കത്തുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഒരു പകുതി ബീറ്റ്റൂട്ട് എടുക്കണം. പിന്നെ വേണ്ടുന്നത് കുറച്ച് കുരുമുളകും ഉലുവയുമാണ്. പിന്നെ വേണ്ട നല്ല മാങ്ങ. ഇത്രയും മാങ്ങയൊന്നും വേണ്ട, ഒരു മാങ്ങ മാത്രം ഇട്ടാൽ മതി. ഒരു 2 മാങ്ങ ഇട്ടാലും കുഴപ്പമില്ല, എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. പിന്നെ കുറച്ച് കാന്താരി മുളക്, പിന്നെ കായപ്പൊടി, ഉപ്പ്, 2 ഗ്ലാസ് വെള്ളം. ഇത്രയും സാധനമാണ് നമുക്ക് ഇതിന് വേണ്ടുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ മാങ്ങയും ബീറ്റ്റൂട്ടും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ 2 മാങ്ങ എടുത്തേട്ടോ. മാങ്ങ വിളഞ്ഞിട്ടില്ല, ഞാൻ കൊല്ലത്തുനിന്ന് കൊണ്ടുവന്നത് കണ്ടോ. 2 മാങ്ങ എടുത്തിട്ടുണ്ട്. 2 മാങ്ങ നമുക്ക് അരിയെന്ന് വെച്ചാൽ ചെറുതാക്കരുത്, ഇത്രയും വലുപ്പത്തിൽ തന്നെ അരിയണം. കണ്ണിമാങ്ങ കേട്ടോ, മാങ്ങ അവിടെ വിളഞ്ഞില്ല, കണ്ടില്ലേ. ഇതേ കണക്ക് നമുക്ക് എല്ലാം അരിഞ്ഞെടുക്കണം. ഇത് പ്രത്യേക ഒരു അച്ചാറാണ് കേട്ടോ. ഇത് ഉള്ളിയും മാങ്ങയും നമ്മൾ ഇടിച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലേ, അതേ കണക്കുള്ള ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. ചോറൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. അതേ കണക്ക് തന്നെ നമുക്ക് പണ്ടൊക്കെ പഴഞ്ചോറൊക്കെ കഴിക്കുമല്ലോ, അപ്പോൾ ഇതിൻ്റെ വെള്ളവും ഈ മാങ്ങയൊക്കെ എടുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ മാങ്ങ സീസണൊക്കെ ആയി വരുന്നല്ലോ, അപ്പോൾ നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കണേ. കുറേ അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും, വേറെ വെറൈറ്റി കേട്ടോ. ഞാൻ വഴുതനങ്ങയുടെ അച്ചാർ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ആരും കണ്ടിട്ടില്ലല്ലോ വഴുതനങ്ങ അച്ചാർ, അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പം മാങ്ങയെല്ലാം നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ബീറ്റ്റൂട്ടും അതേ കനത്തിൽ തന്നെ എടുക്കണം കേട്ടോ. ഇതൊരു കളറിനും ടേസ്റ്റുമാണ് കഴിക്കേ. കണ്ടേ, അതേപോലെ തന്നെ ബീറ്റ്റൂട്ടും നമുക്ക് അങ്ങനെ തന്നെ അരിഞ്ഞെടുക്കാം. ഒരു പാടുമില്ല കേട്ടോ. രാത്രി കുറച്ച് ഉള്ളി അരിഞ്ഞ് ഉപ്പ് ഇട്ട് വിനാഗിരി ഒഴിച്ച് മാത്രം വെച്ചിരുന്നാൽ മാത്രം മതി. രാവിലെ ഈ മാങ്ങയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് ആ തിളച്ച വെള്ളത്തിലോട്ട് ഒന്ന് ഇട്ടിട്ട് തണുക്കുമ്പോൾ കുപ്പിയിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. അത്രയേ ഉള്ളൂ. ഒരു തൊട്ടെങ്കിലും ചെയ്ത് നോക്കണം, എന്നാലേ അതിൻ്റെ ആ രുചി മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് അരിഞ്ഞ് മാങ്ങ അരിഞ്ഞ് ഉള്ളി ഉപ്പിട്ട് വിനാഗിരി ഒഴിച്ചിട്ടിട്ടുണ്ട്, കണ്ടില്ലേ. വിനാഗിരിയാണ് കിടക്കുന്നത്. അപ്പോൾ ഉള്ളിയുടെ വെള്ളവും എല്ലാം ആയിട്ടാണ്. ഇനി ഇത്തിരി കുരുമുളക്, പിന്നെ കായപ്പൊടി, ഉപ്പ്, കാന്താരി മുളക്, കണ്ടില്ലേ കാന്താരി മുളക്, പിന്നെ വെള്ളം. അപ്പോൾ ഇനി നമുക്കത് ചെയ്യാൻ പോകുന്നത് ഉപ്പിട്ട് വെള്ളം തിളപ്പിക്കുക. അത് തിളപ്പിച്ചുകൊണ്ട് വരാം. 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നിറച്ചൊഴിച്ച് വെക്കണമെന്നേ ഉള്ളൂ. ആദ്യമേ 2 ഗ്ലാസ് വെള്ളം നമുക്ക് ഉപ്പിട്ട് തിളപ്പിച്ചുകൊണ്ട് വരാം. ഇത് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ ഉലുവയും കുരുമുളകും ഇടണം. കുറച്ച് നേരം ഉലുവയുടെയും കുരുമുളകിൻ്റെ ആ എസൻസൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി നമ്മൾ അത് നല്ലോണം ഒന്ന് തിളപ്പിക്കണം. അതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മുടെ കാന്താരി മുളകോ പച്ചമുളകോ ഇഷ്ടമുള്ളത്. ഇപ്പോൾ കാന്താരി മുളക് ഞാൻ ഉണ്ടായതുകൊണ്ട് ചെറിയ കാന്താരി മുളക് അതിട്ടു. അത് ഒന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് കായപ്പൊടി ഇടാം. കായപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇടാം. നല്ല മണമൊക്കെ വേണമെങ്കിൽ നല്ലോണം ഇടണം. ഇപ്പോൾ കായപ്പൊടി ഇട്ടു. അപ്പോൾ ഇതെല്ലാം നല്ല മിക്സായി. ഇനി നമുക്ക് അതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങ, പച്ചമാങ്ങ. ഇനി തീ അങ്ങ് ഓഫാക്കിയേക്കണം.
ഇനി ആ പച്ചമാങ്ങ ആ ചൂടിനകത്ത് ഒന്ന് വെന്താൽ മാത്രം മതി. ഇനി നമ്മുടെ ബീറ്റ്റൂട്ട്. ഇത്രയേ ഉള്ളു ഈ അച്ചാറിൻ്റെ പണി കേട്ടോ. ഇനി ഇത് തണുക്കണം. ഉള്ളിയും ചേർത്ത് കുപ്പിയിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? അപ്പോൾ ഈ മാങ്ങയും ബീറ്റ്റൂട്ടും ഒക്കെ ആ ഉപ്പിനകത്ത് കിടന്ന് നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഇനി ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നത് ആപ്പിൾ വിനിഗറാണ്. അതുകൊണ്ട് ഞാൻ സാധാ വിനിഗർ ഒഴിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഞാൻ ഇന്ന് ആപ്പിൾ വിനിഗർ ഞാൻ ഒഴിക്കാൻ തീരുമാനിച്ചു കേട്ടോ. അതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ആപ്പിൾ വിനിഗറിൻ്റെ ഒരു ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇതിന് തണുത്തിട്ട് നമുക്ക് കുപ്പിയിലോട്ടാക്കാം. ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം, ഒരിക്കലും ഈ ഉള്ളി വിനാഗിരി ഒഴിച്ച് വെച്ചേക്കുന്നത് ഇത് ഈ ചൂടിനകത്തോട്ട് ഇടരുത്. എന്തെന്ന് വെച്ചാൽ ഈ ഉള്ളിയുടെ ഇതളുകളെല്ലാം ഇളകി വീണു പോകും. അതുകൊണ്ടാണ് ഇതിനകത്തിടരുത്. ഇത് സാധാരണ ഇതിനൊരു കുപ്പി എടുത്തിട്ട് ആദ്യമേ കുറച്ച് ഉള്ളി ഇടുക. കണ്ടില്ലേ? ഇങ്ങനെ ഉള്ളി ഇട്ടിട്ട് അതിനകത്ത് ഇതെടുത്ത് ഒഴിച്ച് പിന്നെയും ഉള്ളി ഇട്ട് അങ്ങനെ ആക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഇത് തണുക്കണം. അപ്പോൾ നമുക്ക് 2 സ്പൂൺ ആപ്പിൾ വിനീഗറും കൂടെ ഇതിനകത്ത് ഒഴിക്കാം. ഞാൻ ഈ ആപ്പിൾ വിനീഗറാണ് ഒഴിക്കുന്നത് കേട്ടോ. 2 സ്പൂൺ കേട്ടോ. അതും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഉള്ളി ഇട്ട് ചുമ്മാ ഇങ്ങനെ ഇട്ട് ആക്കി ഇതിൻ്റെ ഇതള് ഇളകാതെ ഇരിക്കണം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ലോണം ഇങ്ങനെ തന്നെ ഇരിക്കും കഴിക്കാൻ. അപ്പോൾ നമുക്ക് ചോറിനകത്ത് അല്ലാതെയൊക്കെ പറക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഒരു ആപ്പിൾ വിനീഗറും കൂടെ ഒഴിക്കുമ്പോൾ ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. ഉണ്ടോ? ഇനി നമുക്കിത് തണുക്കുമ്പോൾ ഇതിനകത്തോട്ട് അത് ഒഴിച്ച് വെച്ച് അടച്ചു വെച്ചിരുന്നാൽ മതി. ഒരു 2-3 ദിവസം കൊണ്ട് നമുക്ക് ഇതെടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് തണുക്കട്ടെ, ഞാൻ ഒഴിച്ച് കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. നല്ല നല്ല വീഡിയോസ് ഇട്ട് വരുമ്പോൾ ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ലൈക്ക് ഇടുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിത് തണുത്തിട്ട് നമുക്ക് ഇത് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ അതാണ്ട നല്ല ചുവന്ന കളറായി. കണ്ട, ബീട്രൂട്ടിൻ്റെ കളറാണ് ഇത് കേട്ടോ. നല്ല ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. മാങ്ങയും നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ലതായിട്ടിരിക്കും. ഇതാ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുപ്പിയിലോട്ട് മാറ്റാം. ഉള്ളിയും കൂടെ ഇട്ട് ഇത് ഒഴിക്കണം മുകളിൽ. ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്നും എടുത്ത് കഴിക്കണം കേട്ടോ. വെറുതെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ആരും ഇത് പറക്കി തിന്നൊന്നും. ഇനി അത് നല്ലോണം അടയ്ക്കുക. അടച്ചിട്ട് വെറുതെ ഇങ്ങനെ പതുക്കെ അങ്ങും ഇങ്ങും അങ്ങേറ്റം വരെ ഈ വെള്ളം എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ്. അപ്പോൾ അതൊക്കെ കൊടുക്കാവും. ഉള്ളി ഇളകി വീഴരുത് കേട്ടോ. എൻ്റെ ഇതളി ഇളകി വീഴാത്ത വിധത്തിൽ ഇതിങ്ങനെ അടച്ചു വെച്ചിരുന്നാൽ മതി. കണ്ടില്ലേ? ബീറ്റ്റൂട്ട്, മാങ്ങയും ഉള്ളിയും കൂടെ എടുത്ത് നമുക്ക് ചോറ് കഴിക്കാം, വെള്ളം കുടിക്കാം, പറക്കി തിന്നാം. നല്ല ടേസ്റ്റാണ്. ഇതൊരു 2-3 ദിവസം ഇങ്ങനെ ഇരിക്കണം. അതിന് ശേഷം മാത്രം ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.